നിൽക്കുന്നത്. ഇപ്പോൾ കേരള ഫയർഫോഴ്സിൻ്റെ അഖിൽ നമ്മളോടൊപ്പം ഇന്നും ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഒരു ഇവിടെ വെച്ചാണ് അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് അല്ലേ? അതെ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുവാണ്, ഈ ഒരു ആൽമരത്തിലാണോ നമ്മളന്ന്? അതെ അതെ, നമ്മൾ അത്രയും വലിയൊരു സംഭവം നടന്നപ്പം പോലും ഈ ഒരു ആൽമരം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് റോപ്പ് റെസ്ക്യൂ വഴി ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അന്ന് പല സംഭവങ്ങളും നഷ്ടപ്പെട്ടിട്ടും ഈ ഒരു ആൽമരം, അത് ഞങ്ങളെ ടീമിനെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ആൽമരത്തിൻ്റെ കാര്യം. ഈ ഒരു ആൽമരം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അന്ന് റോപ്പ് ആങ്കർ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞത്. ഈ ആൽമരം അല്ലേ, അങ്ങനെ എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ആൽമരം ഒരുപാട് നമുക്ക് രക്ഷാപ്രവർത്തനം വലിയ സഹായകരം. പിന്നെ നമുക്ക് വലിയ സഹായമുണ്ട്. അഖിൽ എന്നല്ലേ പേര്? ഞാൻ പേര് വിട്ടു. നിഖിൽ ഈ ആൽമരത്തിൽ കെട്ടിയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയതെന്നല്ലേ? നമ്മളെ ടീമാണ് എല്ലാവരും, ഞാൻ ഒരാളല്ല, നമ്മളെ ടീം എല്ലാവരും കൂടി ആണ് ആ വർക്ക് ചെയ്തിരുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് ആ ഒരു അനുഭവം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, എങ്കിൽ കൂടെ പോയില്ല ഒന്നുകൂടെ. അന്ന് ആ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയില്ലേ? അതെ, 2 മാസം പ്രായമായ കുട്ടിയായിരുന്നു. 3 മാസം പ്രായമായ കുട്ടീനെയാണ് നമ്മൾ ആ കരയ്ക്ക് എത്തിച്ചത്. അപ്പം അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. നമ്മൾ ഡോക്ടർ ഫസ്റ്റ് തന്നെ പ്രയോറിറ്റി കൊടുത്തത് പരിക്ക് പറ്റിയ ആൾക്കാരും പിന്നെ ഇവിടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെയായിരുന്നു. അപ്പം ഈ കുട്ടീനെയും അമ്മേനെയും അപ്പുറത്തെത്തിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ കൊട്ട ഉപയോഗിച്ചിട്ട് അവരെ സുരക്ഷിതമായിട്ട് അക്കരെ എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിഖിൽ, മറ്റൊരു കാര്യം നമുക്ക് നിഖിൽ ചൂണ്ടിക്കാണിക്കാൻ, നിഖിലൂടെ ഒന്ന് കടന്നു വരിക. നമ്മുടെ ഈ പാലം ഈ ഒരു ലാഡറാണെന്ന് അല്ലേ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി? അതായത് ഇപ്പം നിഖിൽ സംസാരിച്ചു കൊണ്ട് പോകുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ്. ഏതാണ്ട് ഈ ഒരു ലാഡർ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ മണിക്കൂർ നമ്മൾ ഈ കാണുന്ന ഈ ക്യാമറ, ഈ ഒരു ലാഡറിലാണ് ഇവർ നിരവധി ആളുകളെ അന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? ഒരുപക്ഷെ ആ ദിവസത്തെ രക്ഷാപ്രവർത്തനം ഏറ്റവും സഹായകരമായ നിങ്ങളുടെ ഈ ലാഡറാണ് അല്ലേ? അല്ല, നമ്മൾ ആദ്യം തന്നെ സിപ്പ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ആൾക്കാരെ റോപ്പ് റെസ്ക്യൂ വഴിയാണ് ഇങ്ങോട്ട് എത്തിച്ചിരുന്നത്. പക്ഷേ നമ്മളെ റീജിയണൽ ഫയർ ഓഫീസർ സാറും പിന്നെ നമ്മളെ ജില്ലാ ഫയർ ഓഫീസർ അങ്ങനെയുള്ള മറ്റു ഓഫീസേഴ്സും നമ്മളെ ഇവിടെ വയനാട് ജില്ലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി നമ്മളെ ഈ ഒരു മാർഗം മാത്രം നമ്മളെ ടീം എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു. ഈ ഒരു വഴി മാത്രം അക്കരെ എത്തിച്ചാൽ ഡിലേ ആവും. നമ്മൾ ഇത് 2 വഴി ഉണ്ടായിട്ടും നമ്മൾ അവസാനത്തെ അന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് 11 മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി. അപ്പോൾ നമ്മൾ ടീം പ്ലാൻ ചെയ്താണ് നമ്മൾ ലാഡർ വെച്ചിട്ട്, നമ്മളെ വണ്ടീൻ്റെ മുകളിൽ ലാഡറാണ്, ഈ ലാഡർ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് കഴുങ്ങുകളൊക്കെ മുറിച്ച് കൊണ്ടുവന്നു ഇതിൻ്റെ താഴെ വെച്ച് ഈ റോപ്പ് ഉപയോഗിച്ചിട്ട് കെട്ടി. അവിടെ കിടക്കുന്ന കഴുങ്ങുകളുണ്ടോ, ആ കിടക്കുന്ന കഴുങ്ങുകളൊക്കെ നമ്മൾ അന്ന് ഈ ലാഡറായി ഇതിന് ചേർന്ന് കിടക്കുന്നത് ആ ലാഡറിന് കൂട്ടി കെട്ടിയ കഴുങ്ങുകളാണ്. അപ്പോൾ അതും ഈ ലാഡറും ആണ് നമ്മളന്ന്, അതായത് നമ്മൾ കാഷ്വാലിറ്റി ഇല്ലാത്ത ആൾക്കാരെ മുഴുവൻ ഇക്കരെ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായമായത്. പാലമാക്കി മാറ്റിയില്ലേ? അതെ, നമുക്ക് ഓരോ ഫയർഫോഴ്സുകാർക്കും ഓരോ സ്പോട്ട് പോയാലും കിട്ടുന്ന സാധനങ്ങളാണ് നമ്മളെ ആയുധങ്ങൾ. അപ്പോൾ നമുക്ക് അന്ന് ഈ സമയത്ത് ഇതായിരുന്നു കിട്ടിയത്. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്റ്റേഷനിലെ ലാഡറാണ്. അവരെ വണ്ടി എന്ന് ഓടി പോയി എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ ജീവനക്കാർ അപ്പം തോന്നിയൊരു ഐഡിയക്ക് ചെയ്തൊരു സംഭവമാണ്. അത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു ലാഡർ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് എന്താണ് കിട്ടിയത് ആ സാധനം വെച്ചാണ് നമ്മളന്ന് ചെയ്തത്. ഇത് കണ്ടോ, 2-ാം ദിവസം കൂടിയൊക്കെ ആൾക്കാർ പോയ സമയത്ത് ഈ ലാഡർ ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത കോലാണ്. പക്ഷേ നമുക്ക് വളരെ സന്തോഷമായതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ ലാഡറിനും നമ്മളെ ജീവനക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കുക. കാരണം വെച്ചാൽ അത്രയും ആൾക്കാരെയാണ് നമ്മളന്ന് പുറത്തെത്തിച്ചത്. 400ഓളം ആൾക്കാരെ നമ്മൾ ഈ കരയിൽ നിന്ന് അക്കരെ എത്തിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയ ആൾക്കാരും അതേപോലെ മരണപ്പെട്ട ആൾക്കാരും നമ്മൾ ഈ സിപ്പ് ലൈൻ വഴി നമ്മൾ റോപ്പ് റെസ്ക്യൂ ടീം അവിടെ എത്തിക്കുകയും ചെയ്തു. ഈ ലാഡറിൻ്റെ കാര്യം ഞങ്ങൾക്ക് പരിചയമുള്ള സാധാരണ ഈ ഫയർഫോഴ്സിൻ്റെ വാഹനം പോകുമ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്ന ലാഡർ അല്ലേ? അതിന് തീപിടുത്ത സമയത്തോ അല്ലെങ്കിൽ ആൾക്കാർ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്ന സമയത്തോ ആണ് നമ്മൾ ലാഡറുകൾ സാധാരണ ഉപയോഗിക്കാറ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ലാഡർ പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പല റെസ്ക്യൂ വർക്കിനും ലാഡർ ഞാൻ പറഞ്ഞില്ലേ, ഫയർഫോഴ്സിൻ്റെ ഓരോ ഉപകരണങ്ങളും ഓരോ സാഹചര്യത്തിലും നമ്മൾ അതെ അത് ഓരോ സ്റ്റേഷൻ്റെ പരിധിയിലും നമ്മൾ ഓരോ കോളും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഇത്തരം കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ അന്ന് ദൃശ്യങ്ങളിലൊക്കെ കണ്ടാണ്. ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരിക്കലും ഈ ഇതിലാണോ നമ്മൾ റോപ്പ് കെട്ടിയത്? ഈ ആൽമരത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു അമ്പലവും ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയ വീഡിയോകൾ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഒരു ആൽമരം മാത്രം, അത് ഞങ്ങളെ റോപ്പ് റെസ്ക്യൂ ടീം അല്ലെങ്കിൽ നമ്മളെ സർവീസിലെ ടീം എപ്പോഴും പറയുന്നത് വെച്ചാൽ ആ ഒരു ആൽമരം നമുക്ക് ആൾക്കാരെ ഇക്കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായതാണ്. പ്രകൃതി അത് മാത്രം അവിടെ വെച്ചതെന്ന് നമുക്ക് അത് ഭയങ്കര ഉപകാരമായിപ്പോയി. കാരണം വെച്ചാൽ ഈ ആൽമരത്തിൽ കെട്ടാൻ എങ്ങനെ റോപ്പ് കെട്ടി? നമ്മൾ ലാഡർ വെച്ചിട്ട് തന്നെ മുകളിലോട്ട് കയറി അതിനുശേഷം റോപ്പ് ആങ്കർ അവിടെ ഉപകാരപ്പെട്ടു. അല്ല, ഞാൻ ചോദിച്ചാൽ അവിടെയാണല്ലോ നമ്മൾ ആദ്യം വന്നത്. പിന്നെ ഈ ആൽമരത്തിലേക്ക് ഈ സൈഡിലേക്ക് അന്ന് എത്തിയത് എങ്ങനെയായിരുന്നു?
നമ്മൾ ആദ്യം തന്നെ നാട്ടുകാർക്ക് റോപ്പ് എറിഞ്ഞു കൊടുത്തിട്ട് ആണ് നമ്മളെ ടീം NDRF-കാരും ഇക്കരെ എത്തിയത്. അത് വലിയ റിസ്ക് പിടിച്ചൊരു ആദ്യം വന്ന ആൾക്കാരൊക്കെ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഇപ്പുറത്ത് എത്തിയത്. അതിനുശേഷം നമ്മുടെ ടീം റോപ്പ് കൃത്യമായിട്ട് ആങ്കർ ചെയ്തിട്ടാണ് നമ്മൾ ഇക്കരയ്ക്ക് ആൾക്കാരെ എത്തിച്ചത്. നമുക്ക് ആൽമരത്തിൻ്റെ ചുവട്ടിലൂടെ പോകാം. ആൽമരം നമുക്ക് സഹായകരമായി നിന്നൊരു ആൽമരമാണ് അല്ലേ. ഈ ആൽമരത്തിലാണ് അന്ന് ഇവർ ഇപ്പോഴും അതിൽ ആളുകൾ ഒരുപക്ഷെ വിശ്വാസത്തോട് അർപ്പിച്ച രുദ്രാക്ഷമാലകൾ അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആൽമരത്തിൽ അതൊരു ഏറ്റവും സഹായകമായി എന്ന് പറയുന്നത്. അതെ, നൂറുകണക്കിന് ആളുകളുടെ ജീവൻ, ഒരുപാട് ആൾക്കാരെ രക്ഷിക്കാൻ മെയിൻ കാരണം ഉണ്ടായത് ഈ ഒരു ആൽമരം തന്നെയാണ്. ആൽമരത്തിൽ കൂടെ അന്ന് ഞാൻ പിന്നെയും പഴയ അനുഭവത്തിലേക്ക് വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുവാണ്. ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന അല്ലേ ഒരു അവസരം, ആളുകൾക്ക് ഒരുപക്ഷെ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ആ ഉമ്മ നമ്മുടെ വിശ്വാസം അർപ്പിക്കുമായിരുന്നില്ലേ. അതെ, ഞാൻ പറഞ്ഞല്ലേ, ഉമ്മ നമ്മളെ വിശ്വാസം അർപ്പിച്ചു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ടീമിലെ വിശ്വാസം അർപ്പിച്ചു. എനിക്ക് അത്രയും ഉറപ്പാണ്. ആ ടീം അവിടെ എല്ലാവരും അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്ന നമ്മളെ ടീമിനെ, നമ്മളെ കേരളത്തിലുള്ള 14 ജില്ലയിലും ഇപ്പോൾ റോപ്പ് റെസ്ക്യൂനോ ടീമുണ്ട്. റോപ്പ് റെസ്ക്യൂനോ ടീമിന് അത്രയും വിശ്വാസമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ആർമി, പോലീസ്, അങ്ങനെ ആർമീൻ്റെ ഒക്കെ സഹായം വേണ്ടിയിരുന്നു. ആദ്യകാലത്തൊക്കെ നമ്മൾ ആർമീൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഇതുപോലുള്ള അപകടങ്ങൾ കേരളത്തിൽ എവിടെ നടന്നാലും അതാത് ജില്ലയിലുള്ള റോപ്പ് റെസ്ക്യൂ ടീമുകൾ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ടീമിലുണ്ട്. ഞാൻ വ്യക്തത ഇവിടെ വരുത്താൻ വേണ്ടിയാണ്. പലപ്പോഴും ആളുകൾ ഈ ഓറഞ്ച് കുപ്പായം കാണുമ്പോൾ NDRF-ൻ്റെ സംഘം അല്ല, ഫയർഫോഴ്സ്, NDRF-ഉം ഫയർഫോഴ്സും ഒക്കെ ഈ ദുരിതമുഖത്ത് ഒരുമിച്ച് ഒരു കൈകോർത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇത് ഫയർഫോഴ്സിൻ്റെ സേനകളാണ്. നമുക്കറിയാം ഈ സ്കൂബ ഡൈവിംഗ് ടീമിനെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആമിയഞ്ചർ തോട്ടിൽ ഉൾപ്പെടെ അങ്ങനെയല്ല, കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും സ്കൂബ ഡൈവിങ്ങിലെത്തി രക്ഷപ്പെടുത്തുന്നത് ഈ നമ്മുടെ റോപ്പ് റെസ്ക്യൂ ടീമിലെ റോപ്പ് റെസ്ക്യൂ ടീമിനെ പറ്റി അധികം. അപ്പോൾ ഈ ഫയർഫോഴ്സിൽ ഇങ്ങനെ പല വിഭാഗങ്ങളാണ്, സ്ക്യൂബ ഡൈവിങ്, റോപ്പ് റെസ്ക്യൂ, അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് പറയും. ഇത് എല്ലാം ചെയ്യുന്നത് നമ്മളെ ജീവനക്കാർ തന്നെയാണ്. നമ്മൾ റോപ്പ് റെസ്ക്യൂ ചെയ്യുന്നതും സ്കൂബ ഡൈവിങ് ചെയ്യുന്നതും എല്ലാം നമ്മളെ ജീവനക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കോളുകളും വ്യത്യസ്തമാണ്. ഒരു കോളും നമ്മൾ ഒരിക്കലും ഇതുവരെ ഒരേപോലെ ഉണ്ടായിരുന്ന കോളുകളില്ല. ഓരോ കോളുകളും നമുക്ക് ഓരോ ദിവസം ഉണ്ടാകുന്ന കോളുകളും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ സ്കൂബ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റോപ്പ് റെസ്ക്യൂവിൻ്റെ കോളാണെങ്കിൽ റോപ്പ് റെസ്ക്യൂവിൻ്റെ കോൾ പോകും. വെള്ളത്തിൽ നിന്ന് കയറി വന്ന അതിന് ശേഷം അടുത്ത കോൾ ഏതാണ്, ഫയർ ആണെങ്കിൽ ഫയറിന് വേണ്ടിയിട്ട് അടുത്ത നമ്മൾ ഫയർ സ്യൂട്ടും കാര്യങ്ങളും ഇട്ടിട്ട് ആണ് കേരളത്തിലുള്ള എല്ലാ ജീവനക്കാരും പോകുന്നത്. പോലും ഈ ഒരു ആൽമരം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് റോപ്പ് റെസ്ക്യൂ വഴി ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അന്ന് പല സംഭവങ്ങളും നഷ്ടപ്പെട്ടിട്ടും ഈ ഒരു ആൽമരം, അത് ഞങ്ങളെ ടീമിനെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ആൽമരത്തിൻ്റെ കാര്യം. ഈ ഒരു ആൽമരം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അന്ന് റോപ്പ് ആങ്കർ ഇപ്പം പോലും ഈ ഒരു ആൽമരം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് റോപ്പ് റെസ്ക്യൂ വഴി ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അന്ന് പല സംഭവങ്ങളും നഷ്ടപ്പെട്ടിട്ടും ഈ ഒരു ആൽമരം, അത് ഞങ്ങളെ ടീമിനെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ആൽമരത്തിൻ്റെ കാര്യം. ഈ ഒരു ആൽമരം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അന്ന് റോപ്പ് ആങ്കർ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞത്. ഈ ആൽമരം അല്ലേ, അങ്ങനെ എല്ലാത്തിനും സാക്ഷ്യമായി നിൽക്കുന്ന ആൽമരം ഒരുപാട് നമുക്ക് രക്ഷാപ്രവർത്തനം വലിയ സഹായകരം. പിന്നെ നമുക്ക് വലിയ സഹായമുണ്ട്. അഖിൽ എന്നല്ലേ പേര്, ഞാൻ പേര് വിട്ടു. നിഖിൽ ഈ ആൽമരത്തിൽ കെട്ടിയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി തന്നല്ലേ. നമ്മളെ ടീമാണ് എല്ലാവരും, ഞാൻ ഒരാളല്ല, നമ്മളെ ടീം എല്ലാവരും കൂടി ആണ് ആ വർക്ക് ചെയ്തിരുന്നത്.